ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മെ ഓരോരുത്തരെയും ഈ ബലിവേദിയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ അയോഗ്യതകൾ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി പാപങ്ങളെല്ലാം ഒരു നിമിഷം നമുക്ക് പൊറുതി അപേക്ഷിക്കാം. ദൈവമേ, അങ്ങയുടെ സ്നേഹവും കരുണയും അയച്ച് അയോഗ്യനായ എന്നോട് കാരുണ്യം പ്രദർശിപ്പിച്ച് ക്ഷമ പ്രദർശിപ്പിച്ച് ആശീർവാദം നൽകണമെന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടും പശ്ചാത്താപത്തോടും നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ശത്രുവിൻ്റെ പിടിയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുന്നതിന് അങ്ങേ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണത്തിന് വിധേയാക്കുവാൻ തിരുമനസ്സായല്ലോ. അങ്ങനെ അങ്ങേ ദാസരായ ഞങ്ങൾ ഉയർപ്പിൻ്റെ കൃപ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ. സഹോദരരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 49, 4 മുതലുള്ള വചനങ്ങൾ. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തിത്തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എൻ്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. ആര് എന്നെ കുറ്റം വിധിക്കും? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഇരട്ടവാലൻ അവരെ കരണ്ട് തിന്നും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്.
ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. സീനായ് പോലും ഇസ്രായേലിന്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു. അങ്ങയുടെ വാടിത്തളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി. ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. കർത്താവ് ആജ്ഞാപിക്കുന്നു, വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു. ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. വചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ. വചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീരുമായ്ക്കുന്ന വചനം. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീരുമായ്ക്കുന്ന വചനം. തിരയെ മുറിച്ചെത്തും ചെറുവഞ്ചി പോലെ കടലലകളിൽ ഒഴുകി വരും വചനം. തിരയെ മുറിച്ചെത്തും ചെറുവഞ്ചി പോലെ കടലലകളിൽ ഒഴുകി വരും വചനം. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി. ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരെ ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കർത്താവേ, ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കുവാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കുവാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങളാൽ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോനാഥൻ തൻ്റെ പെസഹ ആചരിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്
മർക്കോസിന്റെ അമ്മയുടെ ഭവനമായ സിഹിയോൻ മാളികയുടെ 2-ാം നിലയാണ്. സിഹിയോൻ മാളികയുടെ 2-ാം നിലയിൽ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിക്കുവാനായിട്ട് ഈശോ തിരഞ്ഞെടുക്കുകയാണ്. അവരോടൊത്ത് പെസഹ ആചരിക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സിലൂടെ പിറ്റേ ദിവസം നടക്കുവാൻ പോകുന്ന ആ ബലിയുടെ എല്ലാവിധ മാനസികമായ വ്യതകളിലൂടെയും ഈശോ കടന്നു പോകുന്നുണ്ട്. ഏകദേശം തൻ്റെ ശിഷ്യന്മാരുമൊത്ത് സിഹിയോൻ റൊട്ടിശാലയിൽ പെസഹ ആചരിച്ചതിന് ശേഷം ക്രിസ്തു 8:30 മണിയോടുകൂടെ ഗെത്സേമനിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഈശോയോട് ശിഷ്യന്മാർ ഓരോരുത്തരും മാറി മാറി ചോദിക്കുന്നുണ്ട്, ഞാനാണോ നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നതെന്ന്. ഈശോ വ്യക്തമായ ഉത്തരം അവിടെ നൽകുന്നുമുണ്ട്. പിന്നീട് 8:30 ഈശോ ഗെത്സേമനിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഗെത്സേമനിലേക്കുള്ള ഈശോയുടെ യാത്ര എന്ന് പറയുന്നത് കെദ്രോൺ താഴ്വാരം കടന്ന് കെദ്രോൺ അരുവി മുറിച്ചു കടന്നു വേണം ഈശോയ്ക്ക് ഗെത്സേമനിലേക്ക് യാത്രയാകുവാനായിട്ട്. അപ്പോൾ ഈശോ കെദ്രോൺ താഴ്വാരത്തിലൂടെ നടന്നു പോകുമ്പോൾ കെദ്രോൺ നദിയുടെ സമീപത്ത്, അരുവിയുടെ സമീപത്തെത്തുകയാണ്. ആ അരുവി ഈശോയ്ക്ക് മുറിച്ചു കടക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന കുഞ്ഞാടുകളെ ബലിയർപ്പിക്കപ്പെടുകയാണ് പെസഹ ആചരണത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടുകളുടെ രക്തം ഈ കെദ്രോൺ അരുവിയിലൂടെ രക്തവർണ്ണമായി തന്നെ നദിയിലെ ജലം ഒഴുകുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് ഗെത്സേമനിലേക്ക് കടന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോകണം. പ്രാർത്ഥിക്കുവാനായിട്ട് നദിയിലേക്ക് ഈശോനാഥൻ തൻ്റെ കാൽപാദങ്ങൾ എടുത്തു വയ്ക്കുന്ന മാത്രയിൽ കാണുകയാണ്, ആ കാൽപാദങ്ങളിലും രക്തവർണ്ണമയമായിരിക്കുന്നു, രക്തം പുരണ്ടിരിക്കുന്നു. ഈശോ ചിന്തിക്കുകയാണ്, അടുത്ത ദിവസം ഞാൻ കാൽവരിയിൽ യാഗമായി ബലിയായിട്ട് അർപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ രക്തവും ഇതിന് സമമായിക്കൊണ്ട് ഗാഗുൽത്തായിൽ നിന്നും സകല ജനങ്ങൾക്കും വേണ്ടി അരുവിയായിട്ട് പുറപ്പെടുകയാണ്. ഞാനും ബലിയായിട്ട് അർപ്പിക്കപ്പെടേണ്ടവനാണ്. ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഈശോ ഗെത്സേമനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഗെത്സേമനിൽ ചെന്ന് ഒലിവുമരത്തിന്റെ ചൂട്ടിലിരുന്ന് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ എത്രമാത്രം ആ ഈശോ അനുവദിക്കുന്ന അതേ വേദനയിലൂടെ തന്നെ അവരുടെ മനസ്സ് കടന്നു പോയിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈശോ 1 2 3 പ്രാവശ്യം ചെന്ന് ശിഷ്യന്മാരെ വിളിച്ചുണർത്തുന്നുണ്ട്. അല്പസമയമെങ്കിലും എന്നോട് കൂടെ ഉണർന്നിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏറ്റവും തീക്ഷ്ണമായ വേദനയിലൂടെ കടന്നു പോകുന്ന മാത്രയിലാണ് അവൻ്റെ രക്തധമനികൾ പൊട്ടുകയും വിയർപ്പിനെ സമമായ രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുകയും ചെയ്യുക. അപ്പോൾ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെ കുരിശുമരണത്തെ ഭയമായിരുന്നോ എന്ന്. കുരിശുമരണത്തെ ഭയമായിരുന്ന ഒരു വ്യക്തി ആ ഭയം മുന്നിൽ കണ്ടുകൊണ്ടാണോ ഗെത്സേമനിയിൽ രക്തത്തുള്ളികളായിട്ട് വിയർപ്പ് തുള്ളികൾ വീഴുവാൻ പാകത്തിന് അത്രമാത്രം വ്യഥ അനുഭവിക്കുവാനായിട്ട് ഈശോ ആ സമയം ആ കഷ്ടതയിലൂടെ കടന്നുപോയത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നാം ചിന്തിക്കുമ്പോൾ നമുക്കതിന് വ്യക്തമായ ഉത്തരം ഈശോ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈശോയെ സംബന്ധിച്ചിടത്തോളം കുരിശു മരണം, അതിൻ്റെ വേദന ഈശോയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം വേദനാജനകമായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 1000-ഓളം വരുന്ന യഹൂദരായ സാധാരണ ജനങ്ങൾ കുരിശുമരണത്തിനായിട്ട് കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. വളരെ സാധാരണ രീതിയിൽ അവർ കുരിശുമരണത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ക്രിസ്തു ആദ്യമായിട്ട് കുരിശുമരണത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നില്ല. അപ്പോൾ കുരിശുമരണത്തിന്റെ ഭയമായിരുന്നില്ല ഈശോയെ സംബന്ധിച്ചിടത്തോളം രക്തത്തുള്ളികൾ വിയർപ്പായിട്ട് ഭൂമിയിൽ വീഴുന്നതിന്റെ കാരണമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് വ്യക്തമായ ഉത്തരം ഈശോയിൽ നിന്ന് തന്നെ ലഭിക്കുകയാണ്. പിറ്റേ ദിവസം ഗാഗുൽത്തായിൽ ഈശോയെ ബലിയായിട്ട് അർപ്പിക്കപ്പെടുകയാണ്. കുരിശിലേറി സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയായിട്ട് ക്രിസ്തുനാഥൻ മാറ്റപ്പെടുമ്പോൾ ഈശോനാഥൻ പാപിക്ക് സമനായി പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തികച്ചും ഒരു പാപിയുടെ അവസ്ഥയിലേക്ക് മാറുകയാണ്.
ഞാൻ കുരിശിൽ കിടക്കുമ്പോൾ പാപം ചെയ്തൊരു വ്യക്തിക്ക് നിത്യതയിൽ നഷ്ടപ്പെടുന്നത് ദൈവത്തെയാണ്. നിത്യപാപത്തിൽ, മാരകമായ പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തെയാണ്. അതിൻ്റെ പേരാണ് നരകമെന്ന് പറയുന്നത്. നിഴലും നിശ്വാസവും പ്രാണവായുവുമായ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പാപിക്ക് സമനായി കുരിശിൽ ബലിയായിട്ട് തൻ്റെ ജീവിതം അർപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ പൂർണ്ണമായും പാപിയായി പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഒരു നിമിഷമെങ്കിലും വേർപ്പെടുമോ എന്നുള്ള വേദനയാണ് ക്രിസ്തുവിനെ ആ ഗെത്സേമനിയിൽ രക്തം വിയർപ്പ് തുള്ളികളായിട്ട് രക്തത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുവാനായിട്ട് കാരണമായതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രാണവായുവും നിശ്വാസവുമായും അബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് താൻ ആരെയാണോ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച് ആരുടെ ഹിതം വർത്തിക്കുവാനാണോ ഭൂമിയിലേക്ക് വന്നത്, ആ പിതാവിൻ്റെ ബന്ധം ഒരു നിമിഷം തന്നിൽ നിന്ന് വേർപ്പെടുമെന്നുള്ള ആ വർദ്ധിതമായ വേദനയാലാണ് ക്രിസ്തുനാഥൻ അത്രയധികം വിഷമിച്ചിട്ടുണ്ടാവുക. പ്രിയപ്പെട്ടവരെയും, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്: തൻ്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ മാത്രം അത്ര അധികമായിട്ട് ദൈവം മനുഷ്യരെ, തൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരെ, ഭൂമിയിലുള്ള മനുഷ്യരെ സ്നേഹിച്ചു എന്നാണ് മനസ്സിലാവുക. ഏത് പിതാവിന് സാധിക്കും സ്വപുത്രനെ പോലും ഭൂമിയിലേക്ക് ബലിയായിട്ട് അയക്കുവാനായിട്ട്? സാധാരണയായ ഒരു അപ്പനോ അമ്മയ്ക്കോ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മകനെ അയക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടം അനുവർത്തിച്ചുകൊണ്ട് പിതാവ് ഭൂമിയിലുള്ള തൻ്റെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ആഴമായ ആ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിൽ സാധ്യതമാക്കുകയായിരുന്നു. പെസഹ രഹസ്യത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടത് എത്രമാത്രം വേദനയിലൂടെയാണോ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും പുത്രനിലൂടെ ലോകത്ത് വീണ്ടെടുക്കുകയും ചെയ്തത്, അത് നമ്മുടെ ജീവിതത്തിൽ അനുവേദ്യമാക്കുവാനും ക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ സ്നേഹമാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യം സ്വീകരിക്കുകയും യോഗ്യതയോടെ സഫലീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിന്റെ രഹസ്യം വഴി ആചരിക്കുന്നത് സുഹൃത ഫലങ്ങളാൽ ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയം ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി അങ്ങ് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും മഹനീയമായ ഉത്ഥാനത്തിൻ്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു എന്ന് സുവിദിതമാണല്ലോ. അതുവഴി പുരാതന ശത്രുവിൻ്റെ അഹങ്കാരം തകർത്ത് വിജയം വരിച്ച് ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കപ്പെടുന്നു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ പ്രഭാതം ആരാധിക്കുകയും അങ്ങേ മുന്നിൽ എന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ ദൈവമേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരായി തീർന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരും ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പിതാവായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരായ മെത്രാന്മാരോടും വൈദിക ഗണത്തോടുമൊത്ത്
സഭയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപീകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങയുടെ സഭയുടെ വിശ്വാസം സ്ഥിരം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. ആമേൻ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സമാധാനീയമായ ഈ രഹസ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന അങ്ങേ പുത്രന്റെ ഭൗതിക മൃത്യു വഴി അങ്ങ് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയെന്ന് വിശ്വസിക്കുവാൻ
ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.